സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ ആ പടം ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ഹെയ്റ്റ് അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങും കൂടാനുള്ള കാരണം വളരെ കൂടുതലാണ്. വാഴ 2 എന്ന സിനിമ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ മാസീവ് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ മറ്റേ സൈഡിൽ നെഗറ്റീവും ഹെയ്റ്റിങ്ങും ഡീഗ്രേഡിങ്ങും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? മാത്രമല്ല ഇതിൻ്റെ ആക്ച്വൽ ട്രൂത്ത് എന്താണ്? ഈ പടം ശരിക്കും പോസിറ്റീവ് പറയേണ്ടതാണോ അതോ നെഗറ്റീവ് പറയേണ്ടതാണോ? ആദ്യം നമുക്ക് പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ പടം ഇപ്പോൾ ആട് 3-നെക്കാട്ടിലും കളക്ഷൻ വിട്ട് 150 കോടിയിലേക്ക് കുതിക്കുവാണ് ഗൈസ്. ഈ ഒരു ഫിലിം ഇത്രയും വലിയൊരു വിജയമാകാൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ട്രെങ്ത് കൂടാനുള്ള കാരണം ഒരു സിമ്പിൾ തിയറി മാത്രമാണ്. അതാണ് റിലേറ്റബിലിറ്റി. പ്രത്യേകിച്ച് യൂത്ത് ഓഡിയൻസ്, ആ ഒരു 20 മുതലുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പുകൾക്ക് കാണാൻ പറ്റിയ പടമാണ്. അതായത് ജോബിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ, സ്കൂളിലുള്ള തല്ലുപിടുത്തങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പടം കാണുമ്പോൾ നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്തുകൂടുന്ന ആ ഒരു വൈബ് നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഗൈസ്. പിന്നെ ആ റിലേറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ പല കാര്യങ്ങളും കാണിക്കുമ്പോൾ അവരൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. അതായത് നമുക്ക് തോന്നിപ്പോൾ ഒരു പ്രാവശ്യമില്ല നമ്മുടെ ലൈഫുമായിട്ട് ഇത് റിലേറ്റബിൾ ആണല്ലോ എന്ന്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആദ്യത്തെ വിജയം എന്ന് തന്നെ പറയുന്നത് ഗൈസ്. പിന്നെ ഇതിന് മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിലെ തമാശകൾ തന്നെയാണ് ഗൈസ്. അതായത് നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഒത്തുകൂടുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറലായിട്ട് വരുന്ന ചില തമാശകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതായത് സിറ്റുവേഷനിൽ നിന്ന് വരുന്ന തമാശകളാണ്. അല്ലാതെ ഇപ്പോൾ കാണുന്ന സിനിമകളിലൊക്കെ ഫോഴ്സ്ഡ് കോമഡികൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൽ നമുക്ക് ചില്ലായിട്ട് ചിരിക്കാനുള്ള നല്ല നല്ല തമാശകളാണ് സിറ്റുവേഷനിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ ഇത് വിജയിക്കാനുള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചത് വേറെ ആരുമല്ല ഗൈസ്, സോഷ്യൽ മീഡിയ ആണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പലര് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഈ വാഴ 2ൻ്റെ ക്ലിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ ആൾക്കാർ കണ്ട് ആ ഒരു സിനിമ കാണാനുള്ള ടെൻഡൻസി അയാളുടെ മനസ്സിൽ വരുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ നന്നായിട്ട് ഈ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഈ ഒരു പടത്തിൽ. പിന്നെ ഈ ഒരു സിനിമയിലെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിബ്ലിങ്സിൻ്റെ റിലേഷൻ കാണിച്ചാണ്. ആ കൂടെ പിറന്നവരല്ലേ ആ പാട്ട് കേട്ടിട്ടില്ലേ? അത് നമ്മുടെ ആ ഒരു ലൈഫ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ട് നമ്മുടെ ലൈഫിൽ വെച്ചാൽ കിട്ടുന്ന ഒരു ഫീല്, അമ്മാര് വൈബ്, ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് തന്നെ നമുക്ക് ആ ഒരു സിനിമയെ വിശേഷിപ്പിക്കാം ഗൈസ്. ആ ഒരു സിബ്ലിങ്സിൻ്റെ റിലേഷൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇത്ര നല്ലൊരു ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള കാരണങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട് അതിൻ്റെ അകത്ത്, അതേപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഹെയ്റ്റ് അല്ലെങ്കിൽ ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ തരാം ഗൈസ്. ഒന്നാമത്തെ നെഗറ്റീവിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആ ഒരു ഡീഗ്രേഡിംഗ് കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു തിയറിനെ കുറിച്ച് പറഞ്ഞ റിലേറ്റബിലിറ്റി. ഈ സിനിമ ഇപ്പോൾ പലർക്കും റിലേറ്റ് ആകണമെന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ ഡ്രഗ് യൂസേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ ആ ഒരു ഡ്രഗ് യൂസേജ് അതിപ്പോൾ പലർക്കും റിലേറ്റബിൾ അല്ലായിരിക്കും ഗൈസ്. അത് കോമൺ ആയിട്ട് അങ്ങനെ ആർക്കും വരാത്ത തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് കാണിക്കുന്നുണ്ട്. നല്ല ഈ ഒരു സിബ്ലിങ്സിൻ്റെ കാര്യങ്ങൾ, നല്ല സ്നേഹത്തോടെ കഴിയുന്ന സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഇതത്ര വലിയ റിലേറ്റബിൾ അല്ല. അവരൊക്കെ പറയും ഇതിന് സ്റ്റോറി ഇല്ല, ഹഷീറിൻ്റെ അഭിനയം കൊള്ളത്തില്ല, അല്ലെങ്കിൽ അജിൻ്റെ വിനായകിൻ്റെയോ പിന്നെ മറ്റവൻ്റെയോ ഒന്നും അഭിനയം കൊള്ളത്തില്ല, പിന്നെ ഈ ഒരു പടം ഇച്ചിരി ഓവർ റേറ്റഡ് ആണ്, ഇത് 150 കോടിക്കൊന്നും ഡിസേർവ്ഡ് അല്ല, അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട് ഗൈസ്. ഇനി ഞാൻ നിങ്ങളോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യം അങ്ങോട്ട് പറയാം ഗൈസ്. ഏതൊരു പടത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും എല്ലാവർക്കും കാണും ഇങ്ങനെ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡീഗ്രേഡിങ്. അത് നാച്ചുറലാണ് ഗൈസ്, അത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു വാഴ 2ൻ്റെ ആ ഒരു ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ബ്രോ എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി, ചേട്ടൻ, ചേച്ചി അങ്ങനെയുള്ളവരുടെ ബന്ധമാണ് ഈ ബ്രോ എന്ന സിസ്റ്റർ, ബ്രദർ. അതിൻ്റെ ബ്രദറിൻ്റെ ഇപ്പോൾ ഷോർട്ട് ഫോം ആണ് ബ്രോ. അതിന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. അപ്പം ചേട്ടൻ്റെ അനിയൻ്റെ ബന്ധം കാണിക്കുന്നവർ ഇപ്പം നമ്മളെപ്പോലെ തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാവരും. നമ്മളിപ്പോൾ അനിയത്തിയോടാണേലും അനിയനോടാണേലും ചേട്ടനോട് ചേച്ചിയോടും ഒക്കെ വഴക്കുണ്ടാക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ചേട്ടനോടും ചേച്ചിയോടും സ്നേഹത്തിൽ പെരുമാറുന്നവരായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഈ പടം അത്രയ്ക്ക് വലിയ കണക്ഷൻ ഇല്ലായിരിക്കും, അതായത് അത്ര റിലേറ്റബിൾ അല്ലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ചിലവർക്ക് മാത്രമേ ഈ ഒരു പടം ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഗൈസ്. അത് മാത്രമല്ല നമ്മളെപ്പോലുള്ള കുട്ടികളെ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഈ ജോബ് കിട്ടുന്ന ഇത്ര വലിയ കാര്യമാണോ, ഇതൊക്കെ വല്ലയിടത്തും പോയി നിരങ്ങിയും ചോദിച്ചാൽ പോലെ എന്തെങ്കിലും ജോലിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് തിരയുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ അങ്ങനെ തിരഞ്ഞ് ഈസി ആയിട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കാം, അവർക്കൊന്നും ഇത് റിലേറ്റബിൾ അല്ല. അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആകാനുള്ള വഴിയില്ല. പക്ഷേ നമ്മളെപ്പോൾ ഉള്ളവർക്ക്, അതായത് ഇപ്പോൾ വാഴയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് കാണിച്ച അച്ഛൻ്റെയും മകൻ്റെയും ബന്ധമായിരുന്നു, അതിപ്പം എനിക്കുൾപ്പെടെ കുറേ പേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ പടം വിജയിച്ചു ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പടം. സിബ്ലിങ്സ് ആ ഒരു വഴക്കുണ്ടാക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഓക്കെ, അതിപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള പലർക്കും അങ്ങനെ ആ കാര്യങ്ങൾ റിലേറ്റബിൾ ആണ് ഗൈസ്. അങ്ങനെ റിലേറ്റബിൾ അല്ലാത്തവർക്ക് ഈ പടം ഒട്ടും വർക്കാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പടത്തിന് ഹെവി പോസിറ്റീവ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഹെവി നെഗറ്റീവ് റിപ്പോർട്ടോ കിട്ടുന്നത്
കാരണം അതിൻ്റെ ആ പടം മോശമോ നല്ലതോ ആയതുകൊണ്ടല്ല, ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടുക, ആ ഒരു കിട്ടുന്ന ആ ഒരു വൈബും അതേപോലെ തന്നെ ജോബ് കിട്ടാത്ത ആ ഒരു വിഷമമൊക്കെ കണക്റ്റ് ആയവർക്ക് ഈ ഒരു പടം ഫയറാണ് ഗൈസ്. ക്ലൈമാക്സ് ഒക്കെ ഫയറാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കേ ഉള്ളൂ, അവർക്കൊക്കെ ഇത് ആവറേജ് റിപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഗൈസ്. അതിന് നമ്മൾക്ക് തെറ്റ് പറയാനാവത്തില്ല, ഓരോരുത്തരുടെ സിനിമയുടെ ടേസ്റ്റ് വേറെയാണ്.